അപ്പോൾ ഇത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അത് ഇറങ്ങി വരുന്ന അവസരത്തിൽ അവരെന്നോട് പറഞ്ഞു നമുക്ക് സാറിന് പുറകിക്കട പോകാനുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞു പുറകിക്കട ഞാൻ പോകുന്നില്ല, ഞാൻ മുമ്പിൽ കൂടെയുള്ള വഴിയിലൂടെ പോകത്തുള്ളൂ. അങ്ങനെ മുമ്പിൽ കൂടെയുള്ള വഴിയിലൂടെ പോകും എന്ന് പറഞ്ഞതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പിൽ കൂടെയാണല്ലോ ഇറങ്ങി വന്നത്. ഞാൻ ഒളിച്ചോടി പോയില്ല, അവിടെ വെച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആഘോഷങ്ങൾ ഇങ്ങനെ പലതരത്തിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ ചാനലിലും അവരുടേതായ മാന്യത വെച്ചുകൊണ്ട് ഉള്ള ആഘോഷങ്ങൾ നടന്നു. ഈ ആഘോഷങ്ങൾ നടത്തിയ ചില ആളുകളുണ്ട്. SIT-യിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുണ്ട് എന്ന ആക്ഷേപം പരസ്യമായി ഉന്നയിച്ച് പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ് കോൺഗ്രസും UDF-ഉം. ഇത്തരത്തിൽ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിൽ അത്തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുണ്ടോ? അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്നുള്ളതിന്റെ പ്രത്യേകമായി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കും വിലയിരുത്തൽ നടത്താൻ പറ്റുന്ന ആളുകളാണ്. ഇപ്പോൾ UDF കൺവീനറെ തന്നെ വിളിച്ച് ഒരു ചോദ്യം ചെയ്യൽ SIT-യുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളെ കൂടി അറിയിച്ചുകൊണ്ടായിരിക്കും ഞാൻ SIT-യുടെ മുമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അത് ഇറങ്ങി വരുന്ന അവസരത്തിൽ അവരെന്നോട് പറഞ്ഞു നമുക്ക് സാറിന് പുറകിക്കട പോകാനുള്ള വഴിയുണ്ട്. ഞാൻ പറഞ്ഞു പുറകിക്കട ഞാൻ പോകുന്നില്ല, ഞാൻ മുമ്പിൽ കൂടെയുള്ള വഴിയിലൂടെ പോകത്തുള്ളൂ. അങ്ങനെ മുമ്പിൽ കൂടെയുള്ള വഴിയിലൂടെ പോകും എന്ന് പറഞ്ഞതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പിൽ കൂടെയാണല്ലോ ഇറങ്ങി വന്നത്. ഞാൻ ഒളിച്ചോടി പോയില്ല, അവിടെ വെച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആഘോഷങ്ങൾ ഇങ്ങനെ പലതരത്തിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ ചാനലിലും അവരുടേതായ മാന്യത വെച്ചുകൊണ്ട് ഉള്ള ആഘോഷങ്ങൾ നടന്നു. ഈ ആഘോഷങ്ങൾ നടത്തിയ ചില ആളുകളുണ്ട്. അവരെ ഒന്നും വെറുതെ ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. വലിയ കാലതാമസമില്ലാതെ ഞങ്ങൾ അധികാരത്തിൽ വരും. വരുന്ന സമയത്ത് ഈ ആഘോഷങ്ങൾ നടത്തിയ ആളുകളെ ഞങ്ങൾ അന്നേരം അവിടെ വെച്ച് കണ്ടുപോകും. ഉണ്ണീഷ്ണൻ പോറ്റിയുമായിട്ട് കാലങ്ങളായി പരിചയമുണ്ട്. ആ പരിചയം ഇപ്പോൾ ഒരു ബാധ്യതയായി തോന്നുന്നു. അല്ല, അതിപ്പോൾ 2019 കാലങ്ങളായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. 2019 മുതലുള്ള പരിചയമേ ഉള്ളൂ. അത് കുറേ ചുരുങ്ങിയ നാളുകൾ കൊണ്ടുള്ള പരിചയം മാത്രമാണുള്ളത്. ആ പരിചയം എന്ന് പറയുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾ തന്നെ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ വരണം എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. വീട്ടിൽ ഒരു മരണമുണ്ടായി അല്ലെങ്കിൽ ഒരു ചടങ്ങുണ്ടായി എന്ന് എന്നെ വിളിച്ചാൽ ഒരു MP എന്നുള്ള നിലയിൽ എൻ്റെ കടപ്പാട് അത് പണ്ട് മുതലേ 96 മുതൽ MLA ആയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന കാലഘട്ടം വരെയും ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കും. ഈ മണിക്കൂറുകൾ നീണ്ടല്ലോ ഈ ആശയവിനിമയം SIT-യുമായിട്ട്. ഇതോടുകൂടി SIT-യുടെ എല്ലാ സംശയവും തീർന്നു, ഇനി വിളിപ്പിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി കൃത്യമായി പറഞ്ഞു. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചോ പാരിതോഷികം അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായോ? അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാര്യത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി. അതിലിപ്പോൾ സാമ്പത്തിക ഇടപാടോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിച്ചാൽ അതിനെല്ലാം മറുപടി. ഈ ഗോവർദ്ധനുമായിട്ട് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടു, ആ രീതിയിലുള്ള ഇല്ല. അതൊക്കെ അവര് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ജോലി വേണ്ട, എല്ലാം നിങ്ങൾ തന്നെ ആ ജോലി ഏറ്റെടുത്ത് നിങ്ങൾ തന്നെ ഇത് നാളെ ചാനലിൽ കൊടുത്താൽ അതല്ലല്ലോ ആവശ്യം. അവർക്കൂടെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണ്ടേ? SIT-യുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അവർക്കൂടെ കുറച്ച് ജോലിയൊക്കെ അവരോട് ചെയ്യട്ടെ. ആ ജോലി ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകാം.